റൂമിൽ തിരികെ കയറി വന്ന ശേഷം രുദ്രൻ വൈദേഹിയെ കനപ്പിച്ചൊന്നു നോക്കി. കുറച്ചപ്പുറത്തായി പേടിയോടെ നിൽക്കുകയാണവൾ. എന്താടി, വന്ന് കിടക്കുന്നില്ല നീ? അവൻ ശബ്ദമുയർത്തി. പേടിച്ചു വിറച്ച് അവൾ രുദ്രൻ്റെ അടുത്ത് വന്നു. ഞാനിവിടെ കിടക്കുന്നത് ദേവേട്ടന് ഇഷ്ടമാണോ? ഇല്ലെങ്കിൽ ദേ അവിടെ പോയി കിടന്നോളാം. സെറ്റിയിലേക്ക് വിരൽ ചൂണ്ടി വൈദേഹി പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കിടന്നു. അവൻ നേരെ ബെഡിലേക്ക് കയറിയിരുന്നു. ശേഷം ഇട്ടിരുന്ന കുർത്ത ഊരി മാറ്റി കസേരയിലിട്ടു. ലൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ, നീ കിടക്കുന്നുണ്ടെങ്കിൽ വന്ന് കിടന്നു. അത് കേട്ടതും അവൾ ഓടി വന്ന് അവൻ്റെ അപ്പുറത്തായി കയറി കിടന്നു. മുറിയിൽ വെട്ടമണിഞ്ഞതും അരണ്ട വെളിച്ചം പടരുന്നതുമൊക്കെ അവൾ അറിയുന്നുണ്ട്. രുദ്രനെ നോക്കി ചെരിഞ്ഞു കിടക്കുകയാണ് പെണ്ണ്. കുറേ സമയം ആ കിടപ്പ് കിടന്നതും അവൾ ഉറങ്ങിപ്പോയി. അവൻ ഇരു കൈകളും മാറിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടിച്ച് കിടക്കുകയാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. പെട്ടെന്നായിരുന്നു വൈദേഹി അവൻ്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചത്. മുഖം തിരിച്ചു നോക്കിയപ്പോഴുണ്ട് അവനോട് ഒട്ടിച്ചേർന്ന് കിടക്കുകയാണവൾ. ഓ, ഇതെന്തൊരു വിധിയായിപ്പോയി എൻ്റെ ഈശ്വര! ഇങ്ങനൊരു മാരണം! അവന് സങ്കടം വന്നുപോയി. രാവിലെ ആദ്യം ഉറക്കമുണരുന്നത് വൈദേഹിയായിരുന്നു. രുദ്രനെ കെട്ടിപ്പിടിച്ചാണ് താൻ കിടന്നതെന്നോ അവനത് ദേഷ്യമായെന്നോ ഒന്നും ആ പാവത്തിനറിയില്ല. നേരം എഴുന്നേറ്റവൾ വാതി തുറന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. ഗൗരി ആൻറ്റി. ചായ എടുത്തുകൊണ്ടിരുന്ന ഗൗരി അവളുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഗുഡ് മോർണിംഗ്. കാലത്ത് എഴുന്നേറ്റല്ലേ ആൻറ്റിയുടെ വഹിച്ചു? എനിക്ക് ചായ തരാമോ ആൻറ്റി? തരാമല്ലോ. മോള് ബ്രഷ് ചെയ്തില്ലല്ലോ, എന്നിട്ട് പോരെ? ആ മതി. ഗൗരി ചെന്നിട്ട് അവൾക്ക് ഒരു ടൂത്ത് ബ്രഷ് എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. റൂമിൽ ചെന്നിട്ട് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഈ വേഷമൊക്കെ മാറ്റിവാ. ആ, ചായ ഇപ്പോൾ വേണോ അതോ കുറച്ച് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മതിയോ? ഇപ്പം വേണം. എന്നാൽ മോള് പോയി മുഖവും വായും കഴുകി വാ. ആ. അങ്ങനെ പറഞ്ഞെങ്കിലും അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. രുദ്രൻ അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. മാറി ഉടുക്കുവാനുള്ള തുണികളിരിക്കുന്ന സ്ഥലമൊക്കെ അവളെ ശിവ ഇന്നലെ കാണിച്ചു കൊടുത്തു. കൃത്യം അവിടെ ചെന്നിട്ട് കുറേയേറെ ഡ്രസ്സുകൾ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒടുവിടാതെ അതിൽ നിന്നും ഒരു ടോപ്പ് എടുത്തു. പല്ല് തേച്ച് കുളിച്ച് വേഷം മാറി ഇറങ്ങി വന്നപ്പോൾ രുദ്രൻ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നു. മുട്ടിന് മുകളിൽ മാത്രം ഇറക്കമുള്ള ഒരു ടോപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്ന വൈദേഹിയെ അവൻ കടുപ്പത്തിലൊന്ന് നോക്കി. ഇതിൻ്റെ അടിയിലിടുന്നത് ഏതാണെന്ന് എനിക്കറിഞ്ഞൂടാ. ശിവചേച്ചിയോട് പോയി ചോദിച്ചിട്ട് വരാമേ. വാതിൽ തുറക്കാൻ പോയവളെ പിന്നിൽ നിന്നും പോയി പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് അവൻ ബെഡിലേക്കിട്ടു. എന്നിട്ട് ചെന്ന് ഒരു സ്കേർട്ട് കണ്ടുപിടിച്ചു അവളുടെ കയ്യിൽ കൊടുത്തു. ഇതിട്ടിട്ട് വേണം ഇറങ്ങിപ്പോകേണ്ടത്, അല്ലാതെ തുണി ഉടുക്കാതെ കൊണ്ട് ഇറങ്ങിപ്പോയാലുണ്ടല്ലോ. നിനക്ക് നാണോമാനൊന്നും ഇല്ലേടി? അവൻ ശബ്ദമുയർത്തി. കട്ടിലിൽ ഇരുന്നുകൊണ്ട് തന്നെ പാവാട എടുത്തിട്ടിട്ട് അവൾ രുദ്രനെ നോക്കുക പോലും ചെയ്യാതെ താഴേക്ക് ഇറങ്ങിപ്പോയി. ഒന്ന് ഫ്രഷായ ശേഷം രുദ്രനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. അച്ഛനപ്പോൾ അവനോട് വൈദേഹിയെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുന്ന കാര്യം പറഞ്ഞു. പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകാനാണ് എല്ലാവരും കൂടി തീരുമാനിച്ചത്. അതൊരു ആയുർവേദ മെഡിറ്റേഷൻ സെൻ്ററാണ്. ഒപ്പം മെൻ്റലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയുണ്ട്. മാധവിൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് അവിടേക്ക് കൊണ്ടുപോകാൻ. എല്ലാവരും കൂടി പോകാനാണ് തീരുമാനിച്ചതെങ്കിലും ഒടുവിൽ രുദ്രനും വൈദേഹിയും കൂടി ഒറ്റയ്ക്ക് വന്നാൽ മതിയെന്ന് ഡോക്ടർ വ്യാസ് മാധവിനെ അറിയിച്ചു. ഒരാഴ്ചത്തേക്കുള്ള ഡ്രസ്സും കൊണ്ടുവരണമെന്നാണ് അവർക്ക് കിട്ടിയ അറിയിപ്പ്. അതിൻ പ്രകാരം 10 മണിയോടെ ഇറങ്ങാമെന്ന് രുദ്രൻ പറഞ്ഞു. ശിവയാണ് അവൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്ത് അടുക്കി ബാഗിൽ വെച്ച് കൊടുത്തത്. രുദ്രൻ്റെ ഒപ്പമാണ് പോകേണ്ടതെന്ന് അറിഞ്ഞതും അവൾക്ക് സങ്കടമായി. ശിവേച്ചി കൂടി വന്നേ, ദേവേട്ടൻ്റെ ഒപ്പം ടൂർ പോകാൻ എനിക്ക് മടിയാ. പിന്നാലെ നടന്ന് പറയുന്നുണ്ട് പെണ്ണ്. എടാ, ആദ്യം നിങ്ങൾ രണ്ടാളും കൂടി പോയിക്കോ, പിന്നാലെ ചേച്ചി എത്താം പോരെ. ഒടുവിൽ അവളെ അങ്ങനെ പറഞ്ഞാണ് ശിവ സമാധാനിപ്പിച്ചത്. ആ പിന്നെ ദേ ഈ സിന്ദൂരമില്ലേ, ഇതെന്നും മോള് ഇവിടെ തൊടണം. രുദ്രേട്ടനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണേ.
പറഞ്ഞുകൊണ്ട് ഒരല്പം സിന്ദൂരമെടുത്ത് നെറുകെ തൊട്ടു കൊടുക്കുകയാണ് ശിവഗംഗ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് രുദ്രേട്ടനെ, ഒത്തിരി ഒത്തിരി ഇഷ്ടം, ദേ ഇത്ര ഇഷ്ടം. പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ കൈകൾ രണ്ടും ഇരുവശത്തേക്കുമായി നീട്ടിപ്പിടിച്ചു കാണിച്ചു. അത് കണ്ടുകൊണ്ടാണ് രുദ്രൻ അവിടേക്ക് കയറി വന്നത്. പാവമല്ലേടാ, എന്തൊരു വിധിയായിപ്പോയി കുട്ടിക്ക്. അത് പറയുകയും ശിവ കരഞ്ഞു. അയ്യോ ശിവേച്ചി, എന്തിനാ കരയുന്നേ? അവളുടെ കവളിലെ കണ്ണീരൊക്കെ തുടച്ചു മാറ്റിക്കൊണ്ട് വൈദേഹി അവളെ കെട്ടിപ്പിടിച്ചു. കരയണ്ടാട്ടോ, നല്ല കുട്ടിയല്ലേ എൻ്റെ ശിവേച്ചി. അവളുടെ ഇരു കവളിലും മാറി മാറി മുത്തം കൊടുക്കുകയാണ് വൈദേഹി. എടാ, ആ പാവത്തിന് ഉപേക്ഷ കളയല്ലേ, ഈശ്വരൻ പോലും ക്ഷമിക്കില്ലാട്ടോ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ വൈദേഹിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. പൂജാമുറി പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഗൗരിയും മഹിയും കൂടി അവളെ രുദ്രൻ്റെ ഒപ്പം യാത്രയാക്കിയത്. എങ്ങനെയെങ്കിലും വൈദേഹിയെ പഴയ സ്ഥിതിയിലെത്തിക്കണം, അതുമാത്രമുള്ളായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ഒരൊറ്റ വിചാരം, ഒറ്റ പ്രാർത്ഥന. സഞ്ജീവനി 10 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ആയുർവേദ സെൻറ്റർ. ഗേറ്റ് കടന്നുള്ളിലേക്ക് പ്രവേശിച്ചതും അത് മറ്റൊരു ലോകം തന്നെയാണെന്ന് രുദ്രന് തോന്നി. നിറയെ വൃക്ഷങ്ങൾ, ഇടയ്ക്കെല്ലാം വേറെ എന്തൊക്കെയോ ചെടികൾ. അതെല്ലാം എന്തെങ്കിലും മരുന്നുകളായിരിക്കുമെന്ന് അവന് തോന്നി. 1-2 ആളുകളൊക്കെ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മുഖം തിരിച്ചു നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിൽ കിടന്നുറങ്ങുന്ന വൈദേഹിയെ കണ്ടു. പാർക്കിംഗ് ഏരിയയെ കൊണ്ട് വണ്ടി ചെന്ന് ഒതുക്കിയിട്ട ശേഷം രുദ്രൻ വൈദേഹിയെ തോളിത്തട്ടി വിളിച്ചു. അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കി. ഇതെവിടാ രുദ്രേട്ടാ? ഹോസ്പിറ്റലിൽ, നീ ഇറങ്ങി വാ. അവൻ മാധവിനെ ഫോണിൽ വിളിച്ചു. ഇവിടെ എത്തിയ വിവരമൊക്കെ അറിയിച്ചു. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഡോക്ടർ വ്യാസനെ വിളിച്ചിട്ട് ഇപ്പം തിരിച്ചു വിളിക്കാം. ആ നേരം കൊണ്ട് വൈദേഹി കാറിൽ നിന്നിറങ്ങി. ഇവിടെ നിന്നോണം, അനങ്ങാതെ. ചുറ്റിലും നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ട് രുദ്രൻ ശബ്ദമുയർത്തി. രുദ്ര, ആളിപ്പോൾ വരും, 5 മിനിറ്റ് കേട്ടോ. മാധവ് വീണ്ടും വിളിച്ചു. ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങളിവിടെ പുറത്തുണ്ട്. ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ വേഗത്തിൽ നടന്നു വരുന്നത് കണ്ടു. സാർ? യെസ്, ഡോക്ടർ വ്യാസ് പറഞ്ഞയച്ചതാണ്. ഓക്കെ, എവിടെയാണ് ഡോക്ടറുടെ ക്യാബിൻ? കാണിച്ചു തരാം. അതിനു മുന്നേ സാറിൻ്റെ ബാഗൊക്കെ ഒന്ന് എടുത്ത് തന്നാൽ ഞാൻ റൂമിൽ കൊണ്ടുപോയി വയ്ക്കാം. ഓക്കെ, റൂമൊക്കെ റെഡിയായതാണോ? ഓ സാർ, എല്ലാം റെഡിയാണ്. ഡിക്കി തുറന്ന് 2 ബാഗുകൾ എടുത്ത് രുദ്രൻ വെളിയിലേക്ക് വെച്ചതും അയാൾ അതെടുത്തു. വൈദേഹി വരൂ. രുദ്രൻ വിളിച്ചതും അവൾ അവൻ്റെ ഒപ്പം നടന്നു. ചില മുറികളിൽ നിന്നൊക്കെ ഉച്ചത്തിലുള്ള ചിരിയും വർത്തമാനവും ഒക്കെ കേൾക്കാം. അതേപോലെ തന്നെ മറ്റു ചില ഇടങ്ങളിൽ നിന്ന് കരച്ചിലും. വൈച്ചു പേടിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചു നോക്കുന്നുണ്ട്. രുദ്രേട്ടാ, എനിക്ക് പേടിയാവുക. അവൾ രുദ്രൻ്റെ വലങ്കയിൽ പിടുത്തം വിട്ടു. മോളെ പേടിക്കണ്ടെന്നേ, അവരൊക്കെ ഇരുന്ന് കളിക്കുന്നതാ. ബാഗുകളും എടുത്ത് നടന്നു പോകുന്ന സെക്യൂരിറ്റിക്കാരൻ തിരിഞ്ഞു നിന്ന് അവളോട് പറഞ്ഞു. അപ്പോഴൊക്കെ വൈച്ചു രുദ്രനെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. എന്നാൽ രുദ്രൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നു. ഒക്കെ കണ്ടും കേട്ടും അവൾ വിറയിലൂടെ പോകുകയാണ്. ഡോക്ടർ വ്യാസ് നമ്പൂതിരി, ഒരു വലിയ ബോർഡ്. അടിയിൽ അയാളുടെ ക്വാളിഫിക്കേഷനൊക്കെ നീട്ടിപ്പിടിച്ച് എഴുതി വച്ചിരിക്കുന്നു. പ്രായം കൂടിയ തടിച്ചു കുറുകിയ ഒരു മനുഷ്യനെ മനസ്സിൽ വരിച്ചുകൊണ്ട് കയറി വന്ന രുദ്രൻ ഞെട്ടിപ്പോയി. ഏറിയാൽ 30-32 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വെളുത്തു തൊടുത്ത സുന്ദരനായ യുവാവ്. ഹലോ രുദ്രദേവ്, വരൂ, ഇരിക്കൂ. ഹലോ ഡോക്ടർ. രുദ്രനും ചിരിച്ചു. മാധവ് വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഒരുപാട് ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് അല്പം അടുത്ത് കാണുമല്ലേ? ഏയ്, ഇറ്റ്സ് ഓക്കെ ഡോക്ടർ. ഇതാരാ? എന്താണ് പേര്? ഡോക്ടർ വ്യാസ് വൈച്ചുവിനെ നോക്കി ചോദിച്ചു. വൈദേഹി. അതെയോ, നല്ല പേരാണല്ലോ. അതിരിക്കട്ടെ, വൈദേഹിയുടെ ആരാണ് ഈ ഇരിക്കുന്ന രുദ്രൻ? അയാൾ വീണ്ടും ചോദിച്ചു. എൻ്റെ ഫ്രണ്ടാണ്. പെട്ടെന്ന് അവൾ പറഞ്ഞതും രുദ്രൻ ഒന്ന് പതറി. ഓ, അത് ശരി, നിങ്ങൾ ഒരുമിച്ചാണോ പഠിച്ചത്? അല്ല, പിന്നെങ്ങനെയാണ് ഫ്രണ്ട്സായത്? രുദ്രേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചത്. ഓക്കേ, അങ്ങനെയാണ് ഫ്രണ്ട്സായതല്ലേ? ശരി ശരി.
വൈദേഹിയുടെ കല്യാണം കഴിഞ്ഞോ? ഈ താലിമാല കിടക്കുന്നുകൊണ്ട് ചോദിച്ചതാ. ഡോക്ടർ വ്യാസ് വീണ്ടും അവളോട് ചോദിച്ചു. രുദ്രേട്ടൻ കെട്ടിത്തന്നതാ. എന്നെ പിടിച്ചോണ്ടുപോയി അമ്പലമുറ്റത്ത് നിർത്തി. എന്നിട്ട് ദേഷ്യപ്പെട്ട ഇത് കെട്ടിയേ. എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു. ഗൗരി ആൻറ്റിയും ശിവേച്ചിയും ഒക്കെ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് അവൾ പറയുകയാണ്. എല്ലാം കേട്ടുകൊണ്ട് ഡോക്ടർ വ്യാസ് അവളെ അടിമുടി നിരീക്ഷിച്ചു. ലയ, ഡോക്ടർ വിളിച്ചതും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. വൈദേഹിയെ കൂട്ടിക്കൊണ്ടുപോയി റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ ഡോക്ടർ. വൈദേഹി, ഈ ചേച്ചിയോട് ചെല്ല്. ഞാൻ രുദ്രനെയും കൂട്ടി വരാമേ. അത് വേണ്ട, രുദ്രേട്ടനെ കൂട്ടാതെ ഞാൻ പോകില്ല. അവൾ വാശി പിടിച്ചു. അങ്ങനെ പറയല്ലേ മോളെ, നല്ല കുട്ടിയല്ലേ. ഞങ്ങൾ പെട്ടെന്ന് വരാം, മോളിപ്പോൾ ചെല്ല്. ഡോക്ടർ വീണ്ടും അവളെ നിർബന്ധിച്ചു. എനിക്ക് പേടിയാ ഡോക്ടർ, പ്ലീസ്. അവൾ പറഞ്ഞതും ഡോക്ടർ വ്യാസ് എഴുന്നേറ്റു. ഓക്കെ, എന്നാൽ പിന്നെ ഞാനും കൂടി വരാം. രുദ്ര, നമുക്ക് വൈദേഹിയെ റൂമിൽ കൊണ്ടു ചെന്ന് വിട്ടാലോ? ഓക്കെ ഡോക്ടർ. അങ്ങനെ എല്ലാവരും കൂടി എഴുന്നേറ്റു. പല വിധത്തിലുള്ള ആയുർവേദ മരുന്നുകളുടെ സുഗന്ധമാണ് അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഡോക്ടർ വ്യാസാണെങ്കിൽ രുദ്രനോട് എന്തൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. ഒക്കെയും അവളുടെ രോഗാവസ്ഥകൾ അറിയുവാനാണ്. 27ാമത്തെ നമ്പർ മുറിയിലായിരുന്നു സിസ്റ്റർ ലയ അവരെ കൂട്ടിക്കൊണ്ടു പോയത്. ആ വൈദേഹി, ഇവിടെയാണ് ഇനി കുറച്ച് നാളത്തേക്ക് നിങ്ങൾ താമസിക്കുന്നത്. ഈ റൂമൊക്കെ ഇഷ്ടമായോ നോക്കിയേ. ഡോക്ടർ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി ചുറ്റിനും നോക്കി. ഇളം റോസ് നിറമുള്ള ചായം പൂശിയ ചുവരും കർട്ടനും 2 സിംഗിൾ ബെഡുമുണ്ട്. പിന്നെ ഒരു മേശ, അതിൻ്റെ മുകളിൽ മൺകൂജയിലായിട്ട് വെള്ളം വെച്ചിരിക്കുന്നു. ഇഷ്ടമായോ വൈദേഹി? ഓക്കെ, എന്നാലേ റെസ്റ്റ് എടുത്തോളൂ കേട്ടോ. നമുക്ക് പിന്നെ കാണാം. രുദ്രൻ്റെ തോളിൽ ഒന്ന് തട്ടിയ ശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കബോർഡ് തുറന്ന് അതിലേക്ക് ബാഗ് എടുത്ത് വെക്കുകയാണ് രുദ്രൻ. സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ബെല്ലിൽ 3 തവണ അമർത്തിയാൽ മതി. ഓക്കെ. അവൻ തലകുലുക്കി. സിസ്റ്റർ ലയ ഇറങ്ങിപ്പോയതും അവൻ ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് വന്ന് ബെഡിലേക്ക് കിടന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞു. മടുത്തോ? പതിയെ അടുത്തിരുന്നു കൊണ്ട് വൈദേഹി ചോദിച്ചു. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. മടുത്തോ ഏട്ടാ? വെള്ളം വേണോ? വേണ്ട, നീ അവിടെ പോയി മര്യാദയ്ക്കിരിക്ക്. അവൻ അടുത്ത് കിടന്ന ബെഡിലേക്ക് വിരൽ ചൂണ്ടി. പെട്ടെന്ന് തന്നെ അവൾ അവിടെ പോയി ഇരിക്കുകയും ചെയ്തു. രുദ്രൻ വീണ്ടും കണ്ണുകൾ അടച്ചു. ഇതാരാണ് വൈദേഹിയുടെ? ഡോക്ടർ വ്യാസിൻ്റെ ശബ്ദം അവൻ്റെ കാതിൽ മുഴങ്ങി. എൻ്റെ ഫ്രണ്ടാണ്. വൈദേഹിയുടെ മറുപടി. അത് കേട്ടപ്പോൾ എന്തിനാണ് തൻ്റെ ഹൃദയം വിങ്ങിയതെന്ന് ആലോചിച്ച് അവൻ അങ്ങനെ കിടന്നു. ലോങ് ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ രുദ്രൻ്റെ കണ്ണുകളിൽ ഉറക്കം വന്നു തുടങ്ങി. ഏകദേശം 1.5 മണിക്കൂർ എടുത്തു അവൻ ഉറങ്ങി എഴുന്നേൽക്കാൻ. പെട്ടെന്ന് എന്തോ സ്വപ്നം കണ്ടെന്ന പോലെ അവൻ ഞെട്ടി ഉണർന്നു. ആദ്യം അവൻ്റെ മിഴികൾ പോയത് വൈദേഹി കിടക്കുന്ന ബെഡിലേക്കാണ്. അവൾ അവിടെ ഇല്ലെന്ന് കണ്ടതും അവൻ ചാടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ ഉണ്ട് തൻ്റെ കാൽ കീഴിൽ ചുരുണ്ട് കൂടി ഇരുന്നുറങ്ങുന്നു വൈദേഹി. വൈദേഹിയെ നോക്കി കുറച്ചു നേരം ഇരുന്ന ശേഷം രുദ്രൻ പതിയെ എഴുന്നേറ്റു. വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്നപ്പോൾ ഡോറിൽ ആരോ മുട്ടുന്നത് അവൻ കേട്ടു. പെട്ടെന്ന് തന്നെ രുദ്രൻ ചെന്ന് ഡോർ തുറന്നു. കുറച്ചു മുന്നേ തങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയ സിസ്റ്ററാണ്. എന്താണ് സിസ്റ്റർ? അവൻ അവരോട് ചോദിച്ചു. അത് ഡോക്ടർ വ്യാസ് പറഞ്ഞിട്ടാണ് വന്നത്. വിരോധമില്ലെങ്കിൽ അദ്ദേഹത്തെ കാണാനായി ഒന്ന് വരാമോ? താങ്കൾ ഒറ്റയ്ക്ക് വന്നാൽ മതിയെന്ന് ഡോക്ടർ എന്നോട് പ്രത്യേകം പറഞ്ഞു. സിസ്റ്റർ, അത് പിന്നെ വൈദേഹി നല്ല ഉറക്കത്തിലാണ്. കുഴപ്പമില്ല സാർ, ഞാൻ നോക്കിക്കോളാം. സാർ ഇപ്പോൾ പോയി ഡോക്ടറെ കണ്ടിട്ട് വരൂ. അവർ പറഞ്ഞതും രുദ്രൻ പെട്ടെന്ന് തന്നെ ഡോക്ടർ വ്യാസിൻ്റെ ക്യാബിനിലേക്ക് പോയി. ഹലോ രുദ്രൻ, കുറച്ച് സമയം റെസ്റ്റ് എടുത്തു അല്ലേ? അവൻ അകത്തേക്ക് കയറി ചെന്നതും ഡോക്ടർ ആദ്യം ചോദിച്ചത് അതാണ്. അതെ ഡോക്ടർ, ഈ ക്ലൈമറ്റിൻ്റെ കൂടെയൊക്കെ ആകാം. നന്നായി അങ്ങ് ഉറക്കം വന്നു. വെറുതെ ഒരു 5 മിനിറ്റ് കിടന്നതാ, പക്ഷേ ഉറങ്ങിപ്പോയി. അത് ഏതായാലും നല്ല കാര്യം. അതുകൊണ്ട് തങ്ങളുടെ യാത്രാക്ഷീണത്തിൻ്റെ 80% മാറിക്കിട്ടിയില്ലേ? ഓവ്. രുദ്രൻ ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. വൈദേഹി എവിടെ? അവൾ ഉറങ്ങുമോ? ഡോക്ടർ പറഞ്ഞയച്ച
ആ സിസ്റ്ററെ റൂമിലിരുത്തിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പേടിക്കൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായിടത്തോളം വൈദേഹിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഏറിയാൽ ഒരു 2 മാസം. അതിനുള്ളിൽ തന്നെ അയാൾ ഓക്കെ ആകും. കുറച്ച് ധാരയും മെഡിറ്റേഷനും യോഗയും ഒക്കെ കൂടിയാകുമ്പോൾ അയാളൊന്ന് ഉഷാറായിക്കോളും. ഡോക്ടർ വ്യാസ് താനിരുന്ന റിവോൾവിംഗ് ചെയറിലേക്ക് അമർന്നിരുന്നു കൊണ്ട് ഒന്ന് കറങ്ങി. എന്തായിരുന്നു രുദ്രനും വൈദേഹിക്കുമിടയിൽ സംഭവിച്ചത്? ഐ മീൻ, എന്നു മുതലാണ് നിങ്ങൾ തമ്മിലുള്ള പരിചയവും അടുപ്പവും ഒക്കെ ആയത്? ചെറുപ്പം മുതലേ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നോ? രുദ്രൻ, എനിക്കിപ്പോൾ അറിയേണ്ടത് നിങ്ങളുടെ പാസ്റ്റാണ്. അത് കേട്ട് കഴിഞ്ഞാലേ സത്യത്തിൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതൽ വ്യക്തത വരിക്കാൻ പറ്റുള്ളൂ. ഡോക്ടർ ആവശ്യപ്പെട്ടതും രുദ്രൻ വള്ളിപുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും അയാളോട് വ്യക്തമായും സത്യമായും പറഞ്ഞു കേൾപ്പിച്ചു. എനിക്കപ്പോഴേ തോന്നിയിരുന്നു വൈദേഹിക്ക് ആ കുട്ടിയുടെ മനസ്സിനെ അത്രമേൽ മാറ്റിമറിക്കാവുന്ന എന്തോ ഒരു സങ്കടം തട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ സത്യത്തിൽ വൈദേഹിക്ക് രുദ്രനോട് കടുത്ത പ്രണയം തന്നെയായിരുന്നു എന്ന് വേണം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവൾ അത്രമാത്രം സ്നേഹിച്ചിരുന്ന രുദ്രനെ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലാണ് ആ കുട്ടിക്ക് മാനസിക നില തെറ്റിയത്. രുദ്രനോടുള്ള അവളുടെ ഇഷ്ടം പറയാതെ തന്നെ അവൾ പങ്കുവെച്ച് കഴിഞ്ഞിരുന്നല്ലേ? അതെ ഡോക്ടർ. പക്ഷേ എനിക്കൊരിക്കലും വൈദേഹിയെ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കുന്ന ഒരു കണ്ടീഷനല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരവ് എനിക്കില്ല. ഉത്തരവുണ്ട്, തൻ്റെ കയ്യിൽ വ്യക്തമായ ഉത്തരം തന്നെയുണ്ട്. കാരണം എന്താണെന്നോ, താൻ ഒരിക്കൽ പോലും വൈദേഹിയെ പ്രണയിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. തനിക്കെന്നും വൈദേഹിയോട് വെറുപ്പായിരുന്നു. കുട്ടിക്കാലം മുതക്കേ അവൾ തൻ്റെ ചേച്ചിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ച് നടന്നപ്പോൾ തൻ്റെ ഉള്ളിലെ ആ കൗമാരക്കാരന് അവളോട് ദേഷ്യവും പകയുമായിരുന്നു. വളർന്നപ്പോഴും അറിവ് നേടിയപ്പോഴും എന്തോ അത് തന്നെ വിട്ടുപോയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ സാവധാനം അവനെ നോക്കി പറഞ്ഞു. പക്ഷേ രുദ്രൻ അയാളോട് തിരിച്ചു മറുപടിയൊന്നും പറയാതെ മറ്റെവിടേക്കോ ദൃഷ്ടി ഊന്നിയിരുന്നു. കുഴപ്പമില്ല രുദ്രൻ, ഈ സ്നേഹമെന്ന് പറയുന്നതൊക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ചു വരേണ്ട ഒരു സ്രോതസ് തന്നെയാണ്. തനിക്ക് വൈദേഹിയോട് അങ്ങനെ ഒരു വികാരം ഒരിക്കൽ പോലും തോന്നഞ്ഞതുകൊണ്ടാണ് താൻ അവളെ അത്രമാത്രം വെറുത്തത്. കുഴപ്പമില്ലെന്നേ, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം. ആദ്യം വൈദേഹി നോർമൽ ലെവലിലേക്ക് എത്തട്ടെ, എന്നിട്ട് ആ കുട്ടിയോട് ഞാൻ സംസാരിക്കാം. നാളെ കാലത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് കുറഞ്ഞത് 2 മാസമെങ്കിലും ഇവിടെ തന്നെ തുടരണം. ഒരു കാര്യം ചെയ്തോളൂ, രുദ്രൻ നാളെ കാലത്തെ മടങ്ങിക്കോ. വൈദേഹിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ സിസ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ നന്നായി തന്നെ അവളെ കെയർ ചെയ്യും. അതുകൊണ്ട് താൻ നാട്ടിലേക്ക് പോയിക്കോ. അവിടെ ഓഫീസ് കാര്യങ്ങളൊക്കെ രുദ്രനെ നോക്കി നടത്തേണ്ടതല്ലേ? വലിയൊരു ഉത്തരവാദിത്വം തന്നെ ഉള്ള ആളാണ് രുദ്രൻ. പോകുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല ഡോക്ടർ. പക്ഷെ അവൾ വയലൻ്റ് ആകും, അതാണെൻ്റെ പേടി. ഇവിടെ വന്നിരിക്കുന്നതും നിങ്ങൾ കണ്ടിരിക്കുന്നതുമായ പേഷ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ വൈദേഹി വളരെ നോർമലായിട്ടുള്ളൊരു കുട്ടിയാണ്. അക്കാര്യത്തെക്കുറിച്ചൊന്നും ഓർത്ത് താൻ പേടിക്കണ്ട. ധൈര്യമായിട്ട് തന്നെ പോയിക്കോ. വീക്കെൻഡിൽ വേണമെങ്കിൽ വരാം. ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് മടങ്ങുകയും ചെയ്യാം. നോ പ്രോബ്ലം. അതല്ല ഡോക്ടർ, ഇവിടെ പേഷ്യൻറ്റിൻ്റെ കൂടെ അവരുടെ ഹസ്ബൻഡ് നിൽക്കുന്ന പതിവുണ്ടോ? ഓഫ് കോഴ്സ് രുദ്രൻ, ഒരുപാട് പേരങ്ങനെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അസുഖം പൂർണ്ണമായി ഭേദമായ ശേഷമാണ് അവരൊക്കെ മടങ്ങാറുമുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ താങ്കളുടെ സമ്മതത്തോടെയും ഇഷ്ടത്തോടെയും ഒന്നുമല്ല താൻ അവളെ വിവാഹം കഴിച്ചത്. ആ സ്ഥിതിക്ക് വൈദേഹി തനിച്ച് നിൽക്കുന്നതാണ് നല്ലത്. ഡോക്ടർ വ്യാസ് അത് പറഞ്ഞതും രുദ്രൻ അല്പനിമിഷം ആലോചനയോടെ ഇരുന്നു. ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് താനിപ്പോൾ പറയിടാവണ്ട. വൈദേഹി ഇവിടെ 100% സുരക്ഷിതയായിരിക്കും. ശരി ഡോക്ടർ, അവൻ പറഞ്ഞു. ഓക്കെ രുദ്രൻ, എന്നാൽ പിന്നെ താങ്കൾ റൂമിലേക്ക് പോയിക്കോളൂ. വൈദേഹി ഉണർന്നിട്ടുണ്ടാവും. ഡോക്ടർ വ്യാസ് തൻ്റെ വലത്തുകരം നീട്ടിയതും രുദ്രൻ എഴുന്നേറ്റുകൊണ്ട് അയാളുടെ കയ്യിലും പിടിച്ച് കുലുക്കി. അവൻ ഇറങ്ങിപ്പോയതും തൻ്റെ ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് വ്യാസ് ആലോചനയോടു കൂടിയിരുന്നു. രുദ്രൻ റൂമിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ വ്യാസ് പറഞ്ഞത് കൃത്യമാണ്.
വൈദേഹി ഉണർന്ന് ബെഡിലിരിപ്പുണ്ട്. അവൾക്ക് കൂട്ടായി ഒപ്പം നിന്നിരുന്ന സിസ്റ്റർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എങ്കിലും അവൾ ചുണ്ട് കൂർപ്പിച്ചു പിടിച്ച് കൊച്ചു കുട്ടികളെപ്പോലെ ഇരിപ്പുണ്ട്. രുദ്രനെ കണ്ടതും അവൾ ഒറ്റ കൊതുപ്പിന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഓടി വന്ന് അവൻ്റെ കൈത്തണ്ടയിൽ തൂങ്ങി. ഞാൻ കരുതിയത് രുദ്രേട്ടൻ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നാ. കണ്ടോ സിസ്റ്ററെ, ഈ ഏട്ടൻ എന്നോട് എന്ത് സ്നേഹമാണുള്ളത്. എനിക്കറിയാം, രുദ്രേട്ടന് വൈദേഹിയോട് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ വൈദേഹി കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് രുദ്രേട്ടൻ ഇപ്പോൾ ഓടിയെത്തുമെന്ന്. ഇപ്പോൾ എന്നെ വിശ്വാസമായോ? നല്ല സിസ്റ്ററാ. ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ ഞാൻ ചോക്ലേറ്റ് വാങ്ങിത്തരാം. ഞാൻ ആരോടും പറയില്ല. വൈദേഹിക്ക് എന്നെ വിശ്വാസമല്ലേ? വിശ്വാസമാണല്ലോ, ഒരുപാട് ഒരുപാട് വിശ്വാസം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലേ മിടുക്കി കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോണം. ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോവാണേ. ആ, അവൾ തലകുലുക്കി. തുടരും.